ഇതിന്റെ വില വരുന്നത് 22,230 രൂപ. കറണ്ടിലും വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കറണ്ട് പോകുന്ന സമയത്താണെങ്കിൽ ഇൻവേർട്ടറിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കും. അതെ അതെ അതെ, ഗവൺമെന്റ് സബ്സിഡി കിട്ടുന്ന മെഷീനാണ്. മിൽക്ക് പാർലർ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും CJ ഫാംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അവന് വേണ്ടിയിട്ട് നല്ലൊരു മിൽക്കിംഗ് മെഷീൻ, അത് കറവ മെഷീൻ തപ്പി ഇറങ്ങിയതാണ്. നമുക്ക് സാധാരണക്കാർക്ക് താങ്ങുന്നതും അതുപോലെ തന്നെ അത്യാവശ്യം ഗുണമേന്മയുള്ളതുമായ സാധനം തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അന്വേഷണം അവസാനിപ്പോൾ എത്തിയിരിക്കുന്നത് എറണാകുളം കച്ചേരിപ്പടിയിലെ കൈലാത് മെഷീൻസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് വിവിധ തരത്തിലുള്ള ഈ കറവ മെഷീനും അതുപോലെ തന്നെ ചാഫ് കട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. പുള്ളിയോട് തന്നെ ഓരോ മെഷീൻ്റെയും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഏകദേശ വിലയും കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. കാരണം നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാലോ, ഈ അത്യാവശ്യം ഗുണമേന്മയുള്ള സാധനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ പിന്നെ റിപ്പയർ ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെൻറ് സബ്സിഡിയും കാര്യങ്ങളെല്ലാം കിട്ടണമെങ്കിലും വളരെ അത്യാവശ്യം നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ തന്നെ, ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു അന്വേഷണമാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ മെഷീനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഡയറി ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ കുറച്ച് പശുവിനെ വാങ്ങിച്ചിട്ട് ഇനിയൊരു ഡയറി ഇത്തരത്തിലുള്ള ഒരു മിൽക്കിംഗ് മെഷീൻ മേടിക്കണമെന്നൊക്കെ ആലോചിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ ഓരോന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവരുടെ കയ്യിലുള്ള ഡയറി എക്യുപ്മെൻറ്റ്സ്, അതായത് ഈ പറഞ്ഞ കറവ മെഷീനായാലും അതുപോലെ തന്നെ ഒരു ചാപ്പ് കട്ടർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഉടമയോട് തന്നെ ചോദിച്ചു. അദ്ദേഹമാണ് പേര് മാർട്ടിൻ. മാർട്ടിൻ ചേട്ടനോട് ഓരോ മെഷീനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ഏറ്റവും ബേസിക് മോഡൽ മെഷീനാണ്. നാനോ ഇതിലുള്ള മെഷീനാണ്. പിന്നെ അതായത് നമ്മളിത് ഉദ്ദേശിക്കുന്ന ചെറുകിട കർഷകരെ ഉദ്ദേശിച്ചിട്ടുള്ളത് എക്കണോമിക് റേഞ്ചിൽ. ഇതിന്റെ വില വരുന്നത് 22,230 രൂപ ഇൻക്ലൂഡിങ് ടാക്സ്. ഒരു 1 മുതൽ 5 പശു വരെയൊക്കെ ഉള്ള ഒരു ഫാമിലേക്ക് നമുക്ക് പറ്റും ഇത്. അതായത് ഒരു സമയം ഒരു പശുവിന് വീതം 5 എണ്ണം വരെ നമുക്കിത് പറ്റും. അതായത് 1 മണിക്കൂറോളം നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം ഈ മെഷീൻ. ഇത് കറണ്ടിലും വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കറണ്ട് പോകുന്ന സമയത്താണെങ്കിൽ ഇൻവേർട്ടറിലും ഇത് വർക്ക് ചെയ്യിപ്പിക്കും. അതായത് 0.35 HP ആണ് ഇതിന്റെ മോട്ടറിന്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ പമ്പിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 LPM. അതാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു സാധാരണ വീടുകളിലൊക്കെ ഉള്ള ഒരു 1000 വാട്ട്സിന്റെ ഒക്കെ ഒരു ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് കറണ്ട് വരുന്നത് ഏകദേശം ഒരു 600 വോൾട്ട്. പിന്നെ അതുപോലെ തന്നെ റണ്ണിങ് കറണ്ട് വരേണ്ടത് ഒരു 300 വാട്ട്സ് അത്രേ വരുന്നുള്ളൂ. അതായത് സാധാരണ ഒരു 1000 വാട്ട്സിന്റെ ഒക്കെ ഒരു ഇൻവേർട്ടർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ സുഖമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. എത്ര നേരം വേണം ഒരു കറവ, ഒരു 20 ലിറ്റർ പാലുള്ള പശുവിനെ കറക്കാൻ എത്ര സമയം വേണ്ടി ഈ മെഷീനകത്ത്? 20 ലിറ്റർ ഉള്ളതിനും ഒരു സാധാരണ ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ മതി. ബക്കറ്റ് വരുന്നത് 25 ലിറ്ററിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ 303 ഗ്രേഡിലുള്ള ബക്കറ്റ് വരുന്നത്. നമുക്ക് ഇതിനൊരു ഉദ്ദേശം 2.5 മീറ്ററോളം വരും. അതായത് മെഷീനിൽ നിന്ന് ബക്കറ്റിലേക്ക് ഒരു 2.5 മീറ്റർ ഉണ്ട് ഈ ഹോസിന്റെ വാക്വം ഹോസിന്റെ ലെങ്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മെഷീനിൽ നിന്ന് ബക്കറ്റിൽ നിന്ന് പശുവിന്റെ അടുക്കിലേക്ക് ഒരു 2.5 മീറ്റർ. അതായത് ടോട്ടൽ നമുക്ക് ഏകദേശം ഒരു 5 മീറ്ററോളം നമുക്ക് നീളം കിട്ടും. ഫുള്ളി വാഷബിൾ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഇതിനൊക്കെ പ്രധാനമായിട്ട് കംപ്ലൈന്റ് കാണുന്ന ഇത്തരത്തിലുള്ള സ്പെയർ പാർട്സുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം അവൈലബിൾ അല്ലേ? എല്ലാ സ്പെയറും നമുക്ക് അവൈലബിൾ. അതായത് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാ പാർട്സുകളും നമ്മുടെ തന്നെ കമ്പനിയിൽ, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുള്ള കമ്പനിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഒരു സാധനം പോലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്പെയറും നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഒരു റീസണബിൾ പ്രൈസിൽ നമുക്ക് സ്പെയർ പാർട്സ് എല്ലാം കിട്ടും. എല്ലാ പാർട്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈവൻ ഈ ബക്കറ്റ് ഈ ടാങ്ക് പോയി കഴിഞ്ഞാൽ ടാങ്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും
നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാം വാറണ്ടി ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട്. നിങ്ങൾ സ്പോട്ടിൽ പോയി റിപ്പയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ മേജർ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ പോയി ശരിയാക്കി കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ടെക്നീഷ്യന്മാരുണ്ട്, ഫോൺ ത്രൂ ആണെങ്കിലും നമുക്ക് ശരിയാക്കാവുന്നേ. ഇതിപ്പോ ഒരു സാധാരണ ഒരു കർഷകൻ വാങ്ങിക്കുകയാണെങ്കിൽ, ക്ഷീര കർഷകൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എങ്ങനെ ഉപയോഗിക്കുന്ന ഡെമോ നിങ്ങൾ. തീർച്ചയായും നമ്മൾ അതിനെ പറ്റിയുള്ള എല്ലാം ചില സമയത്ത് നമ്മൾ കറന്നു വരെ കാണിച്ചു കൊടുക്കും കസ്റ്റമറിന്. ഇപ്പൊ അങ്ങനെ അവർക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിലോ എവിടെ തൊഴുത്തിലോ അവിടെ പോയിട്ട് നമ്മളവർക്ക് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ മെയിൻ്റനൻസിന്റെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ കഴുകേണ്ട വൃത്തിയാക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതായത് ഒരു കർഷകന്റെ എന്ത് സംശയങ്ങളുണ്ടോ, മിഷനെ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ തീർത്തു കൊടുക്കും. സാധാരണ കർഷകർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഇപ്പൊ ഈ കറാവ് മെഷീൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച്. തീർച്ചയായും ഉപയോഗിക്കുമ്പോൾ ഈ പാല് കറന്നു തീർന്നാലും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ ചോര വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അത് തെറ്റിദ്ധാരണയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു മെഷീനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഈ കറോ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പശുക്കൾക്ക് ദോഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മുടെ ഈ മെഷീൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ദോഷം വരുന്നില്ല. കാര്യം നമ്മുടെ മെഷീന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് വാക്വം ടൈപ്പാണ് പമ്പ് വരുന്നത്, വാക്വം ടൈപ്പ് പമ്പാണ് വരുന്നത്. പിന്നെ പൾസേറ്റർ ഉള്ള മോഡലാണ് നമ്മുടെ മെഷീൻ വരുന്നത്. പൾസേറ്റർ ഇതാണ് പൾസേറ്റർ എന്ന് പറയുന്നത്. അന്നേരം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പാലിപ്പം നമ്മൾ കറന്ന് തീർന്നെന്ന് പറഞ്ഞാലും എക്സസ് ആയിട്ട് വരുന്ന ഇതുണ്ടല്ലോ, പിന്നെയും മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് വരുന്ന എയർ ഇതിലെ ഈ സൈലൻസർ വഴി കാണാമോ, ഇതുവഴി റിലീസായി പൊക്കോളും. അന്നേരം അത് പശുവിന് സേഫാണ്. പിന്നെ ബ്ലഡ് വരുന്നത് എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഒരു പിസ്റ്റൺ ടൈപ്പ് മെഷീൻ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ കംപ്രസർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അകലെ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാലും പാല് വരും. പക്ഷേ നമ്മുടെ മെഷീൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കൈ കൊണ്ട് കറക്കുന്ന അതേ ഫീലിംഗ് തന്നെയാണ് പശുവിന് വരുന്നത്. അതായത് പശുവിന് യാതൊരു ദോഷം വരത്തില്ല. അന്നേരം ഈ പിസ്റ്റൺ ടൈപ്പൊക്കെ മെഷീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ബ്ലഡ് വരുന്നു എന്നൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ വരുന്നത്. കാര്യം അതിനകത്ത് പൾസേറ്ററുകൾ വരുന്നില്ല, പൾസേഷൻ നടക്കുന്നില്ല. നമ്മുടേത് കിടാവ് കുടിക്കുന്ന അതേ ഫീലിങ്ങോ അല്ലെ നമ്മുടെ കൈ കൊണ്ട് കിടക്കുന്ന അതേ ഫീലിംഗ് തന്നെ വരും. പക്ഷെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഒരു നേരത്തെ ചോദിച്ചതുമാതിരി ഒരു 10 ലിറ്ററൊക്കെ 4 മിനിറ്റ് അല്ലെ 5 മിനിറ്റും കൊണ്ട് നമുക്ക് കറന്നെടുക്കാൻ സാധിക്കും. തീർച്ചയായും. കാര്യം കറവക്കാരെ നമ്മൾ ആശ്രയിക്കാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, അവർ വരുന്നത് നമ്മൾ നോക്കി നിൽക്കണം. പിന്നെ ഇവർ പലയിടത്ത് പോയിട്ടായിരിക്കും വരുന്നത്. അന്നേരം ഹൈജീനിക് ആയിരിക്കും, നമ്മുടെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ വേറെ ഒരാളെ ആശ്രയിക്കണ്ട. വളരെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നമ്മുടെ മെഷീൻ. വളരെ സിമ്പിളാണ് ഉപയോഗിക്കാനായിട്ട്. അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല, നമുക്ക് തന്നെ സ്വയം ചെയ്യാം. അങ്ങനെയുള്ളതാണ് വ്യത്യാസം. അപ്പോൾ ഇത് പിന്നെ രണ്ടാമത്തെ മെഷീനാണ് നിങ്ങളല്ലേ? അതെ. അപ്പോൾ ഈ ഒരു മെഷീന്റെ പ്രത്യേകത ഇതും മറ്റേ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ടൈപ്പിന്റെ? പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോട്ടറിന്റെ കപ്പാസിറ്റി കൂടിയതാണ്. അതായത് ഇത് 0.5 HP, അര HP വരുന്നുണ്ട്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ താഴത്തെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.35 HP-യുടെയാണ്. ഇത് 0.5 HP ആണ്. അതുപോലെ തന്നെ 150 LPM പമ്പാണ് വരുന്നത്. നമുക്കൊരു 10 പശുക്കളൊക്കെ ഉള്ള ഒരു ഫാമിലേക്ക് ഈ മെഷീൻ സൂട്ടബിൾ ആണ്. പിന്നെ ഇതും ഇൻവേർട്ടറിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. ഇത് രണ്ടും നാനോ കൺസെപ്റ്റിലുള്ള മെഷീനാണ്. നേരത്തെ കാണിച്ചതും അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ട്രോളി ടൈപ്പാണ്. നമുക്ക് തൊഴുത്തിലൊക്കെ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ ഇത് എളുപ്പമാണ്. ബക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെ. അല്ല, ഹോസിന്റെ ലെങ്ത് കാര്യങ്ങളെല്ലാം സെയിം തന്നെ. പവർ കൂടുതലാണ്, ട്രോളി ടൈപ്പുമാണ്. പറ്റും. അതായത് നമുക്കൊരു 10 പശു എന്ന് പറയുമ്പോൾ നമുക്കൊരു 2 മണിക്കൂറോളം നമുക്ക് ഈ മെഷീൻ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യിപ്പിക്കാം. ബാക്കിയെല്ലാം സെയിം തന്നെ. അതായത് ബക്കറ്റ് എല്ലാം സെയിം തന്നെ. നമ്മുടെ ഇപ്പം ടോട്ടൽ നമുക്കൊരു 8 മോഡൽ മെഷീൻസ് ഉണ്ട്.
എല്ലാത്തിനും ബക്കറ്റ് എല്ലാം സെയിം തന്നെ. 8 മോഡൽ മെഷീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വരുമ്പോഴത്തേക്കും 33,900 രൂപ ഇതിന്റെ വില വരുന്നത്. ടാക്സ് എല്ലാം ഉൾപ്പെടെ. നമ്മുടെ എല്ലാ മെഷീനും 1 ഇയർ വാറണ്ടി ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത നമുക്ക് ഒരു 15-20 പശുക്കളൊക്കെ ഉള്ള ഒരു ഫാമിലേക്ക് പറ്റുന്ന മെഷീനായത്. ഫിക്സഡ് ടൈപ്പ് മെഷീനാണ്. നമുക്ക് ഈ ഭാഗങ്ങൾ മുഴുവൻ ഒരിടത്ത് വെക്കും. ബക്കറ്റ് മാത്രം നമ്മൾ തൊഴുത്തിനകത്തേക്ക് കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോകുന്ന രീതി. ചെയ്യണം. പൈപ്പ് ലൈൻ വർക്ക് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യണം. ഇൻസ്റ്റാളേഷൻ എല്ലാം നമ്മുടെ ടെക്നീഷ്യന്മാർ വന്ന് ചെയ്തു തരും. ചെയ്തെല്ലാം ഡെമോ നമ്മൾ കാണിച്ചു കൊടുക്കും. പശുവിനെ നേരത്തെ പറഞ്ഞത് മാതിരി പാല് കറന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ അതെ ഗവൺമെന്റ് സബ്സിഡി കിട്ടുന്ന മെഷീനാണ്. അതായത് നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള നമ്മുടെ ചെറിയ മെഷീനുമായിട്ടുള്ള വ്യത്യാസം എന്നാന്ന് വെച്ചാൽ 1 HP മോട്ടറാണ് ഇതിന് വരുന്നത്. പിന്നെ ഹെവി മോട്ടറാണ്. കാണാം, നല്ല ഹെവി മോട്ടറാണ് ഇത് വരുന്നത്. പിന്നെ ബാറ്ററിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പെട്രോൾ എഞ്ചിൻ ഉണ്ട്. ഈ പെട്രോൾ എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് ഇപ്പം കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ബെൽറ്റ് ഊരി ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് കണക്ട് ചെയ്യുക. പെട്രോളിൽ വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ പമ്പ് വരുന്നത് ഹെവി 300 LPM പമ്പ ഇതിന് വരുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ചെയ്തു തരും. കേരളം മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെ ആണെങ്കിലും നമ്മൾ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു കർഷകന് ഇത് വാങ്ങിച്ചു. ഇപ്പൊ എനിക്കൊരു 15 പശു നിൽക്കാം. ഇതിപ്പോ ഞാൻ വാങ്ങിച്ചപ്പോ ഈ ഒരു മെഷീൻ ഇത്രയും പൈസ കൊടുത്തു. ഇതിനെന്താ വില വരുന്നത് പറഞ്ഞ? ഇതിന് 51,970. 51, അതായത് 52,000 രൂപ കൊടുത്ത് വാങ്ങി. ഇപ്പൊ എനിക്ക് ഭാവിയിൽ പശുവിന്റെ എണ്ണം കൂട്ടണം എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് മെഷീൻ ഇപ്പൊ എന്താ ചെയ്തു? വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മൾ മെഷീൻ അവിടെ തന്നെ വെച്ചോണ്ട് നമ്മളൊരു ബക്കറ്റ് അസംബ്ലിയും കൂടെ മേടിക്കുക. ഈ ബക്കറ്റ് അസംബ്ലി ഒരെണ്ണം മാത്രം മേടിച്ചാൽ മതി. അതാണ് ഇതിന്റെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് ഒരേ സമയം നമുക്ക് 2 പശുവിനെ കറക്കേണ്ട ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ ഒരു ബക്കറ്റ് അസംബ്ലിയും കൂടെ മേടിച്ചാൽ മതി. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ഈ മെഷീൻ ഫുള്ളായിട്ട് നമ്മൾ മാറ്റേണ്ടി വരുന്നില്ല. ബക്കറ്റ് അസംബ്ലി ഉദ്ദേശം ഒരു 17,000 രൂപയോളം വരും ബക്കറ്റ് അസംബ്ലി. അത് നമ്മൾ വാങ്ങിക്കുക. പൈപ്പ് ലൈനിന്റെ വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പൈപ്പ് ലൈനിന്റെ വർക്ക് മാത്രം ചെയ്യുക. എന്നിട്ട് ഒരേ സമയം നമുക്ക് 2 പശുവിനെ വരെ കറക്കാം. അത് ഒരു 30 പശുവൊക്കെ ഉള്ള ഫാമിലൊക്കെ ആണെങ്കിൽ ഇത് ഈസി ആയിട്ട് ഉപയോഗിക്കാം. അതിന് മാത്രം ഹെവിയാണ് ഈ പമ്പ് വരുന്നത്. മോട്ടറും അതുകൊണ്ടാണ് ഇത്ര ഹെവി നമ്മൾ മോട്ടർ വെച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ മെഷീൻ്റെയും പൊതുവേ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ മെഷീനുകളിലും പമ്പ് വരുന്നത് വാക്വം ടൈപ്പ് പമ്പ്, ഓയിൽ ബേസ്ഡ് വാക്വം ടൈപ്പ് പമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ പൾസേറ്റർ ഉള്ള മോഡലാണ് എല്ലാ മോഡൽസിന്റെ. 3 മോഡലല്ല, നമുക്ക് 8 മോഡലോളം മെഷീനുണ്ട് ശരിക്കും. അന്നേരം എല്ലാത്തിനും ഇതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഇന്ത്യൻ മെഷീനാണ്. നമുക്ക് എല്ലാ സ്പെയർ പാർട്സും നമ്മുടെ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യം എല്ലാ സ്പെയർ പാർട്സും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻസ്റ്റാളേഷന്റെ സമയത്തോ അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മെഷീൻ എടുക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പം ബേസിക് ആയിട്ട് ഉള്ള അതിന്റെ സർവീസ് കാര്യങ്ങളെയൊക്കെ ഇപ്പം ലൈനർ പോയി, അന്നേരം അതെങ്ങനെ മാറാം, ഇങ്ങനെയുള്ള പിന്നെ അതിന്റെ ക്ലീനിങ്ങിന്റെ കാര്യങ്ങൾ, ചില ഈസി ആയിട്ട് മാറാൻ പറ്റുന്ന സ്പെയർ പാർട്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ഒരു ചെറുതായിട്ട് വിശദീകരിച്ചു കൊടുക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും രാവിലെ കറക്കുന്ന സമയത്തായിരിക്കുമല്ലോ മെഷീൻ ചിലപ്പം കംപ്ലൈന്റ് കാണിക്കുന്നത്. അന്നേരം തന്നെ അവർക്ക് തന്നെ അത് നന്നാക്കി സ്വന്തമായിട്ട് നന്നാക്കി എടുക്കാം എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഈ ഇങ്ങനത്തെ കറോ മെഷീൻ അല്ലാണ്ട് വേറെ എന്തൊക്കെ തരം എക്യുപ്മെന്റ്സ് ആണ് നിങ്ങൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നത് കർഷകർക്ക് വേണ്ടിയിട്ട്? നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഷാഫ് കട്ടറുകൾ, ഡയറി ഫാം ആവശ്യത്തിനുള്ള ഒരുമാതിരിപ്പെട്ട ഒട്ടുമിക്ക മെഷീനുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഷാഫ് കട്ടറുകൾ, ക്രീം സെപ്പറേറ്റർ, മിൽക്ക് കൂളറുകൾ, ചാണകം ഉണക്കുന്ന മെഷീൻ, പിന്നെ കൂളറുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുമാതിരി ഒട്ടുമിക്ക സാധനങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ നിങ്ങൾ ഈ മിൽക്കിംഗ് പാർലർ ചെയ്തു കൊടുക്കുന്നുണ്ട്. മിൽക്കിംഗ് പാർലറിന് അതെ, മിൽക്ക് പാർലർ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു സാധാരണ നമുക്കിപ്പം മാർക്കറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പാർലറിനെക്കാട്ടിലും ഉദ്ദേശം പകുതി വിലയ്ക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാനായിട്ട് സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം മിക്കവാറും എല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ലോക്കലി തന്നെയാണ്. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്നു. അന്നേരം അതുകൊണ്ട് തന്നെ കസ്റ്റമറിന്റെ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തന്നെ റേറ്റ് വളരെയധികം വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ തന്നെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായെന്ന് വിചാരിക്കുന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം. അപ്പോൾ പുതിയതായിട്ട് ഡയറി ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ ചെറുതായിട്ട് ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള മെഷീനോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ വിളിക്കാം. അവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ താഴെയായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പോട്ട് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല കൃഷി അറിയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.